തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണം ഇന്ന് പുതുക്കാട് മണ്ഡലത്തിൽ. പ്രചാരണം പുരോഗമിക്കുന്നു. വെള്ളിക്കുളങ്ങര വനവാസി കോളനി സന്ദർശിച്ച ശേഷം പുതുക്കാട് മേഖലയിലെ കുടുംബശ്രീകളും വിവിധ സ്ഥാപനങ്ങളും കൂട്ടായ്മകളും സന്ദർശിക്കുകയാണ്. വൈകിട്ടാണ് റോഡ് ഷോ മനോജ് ചെയ്തത്. മനോജ്, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം മണ്ഡലത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപി മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലേക്കും അങ്ങനെ എത്തി. സാധാരണക്കാരെ നേരിട്ട് കണ്ട് അവരോടൊപ്പം താനുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി അത് തൻ്റെ ഉറപ്പാണ് എന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണം അവരോടൊക്കെ നേരിട്ട് കണ്ട് ആശയവിനിമയം നടത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോട് തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് സാധാരണക്കാരുടെ വിശ്വാസം കയ്യിലെടുത്താണ് സുരേഷ് ഗോപിയുടെ ഓരോ ദിവസത്തെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതുതന്നെയാണ് ഉമേഷ്. ഇന്ന് പുതുക്കാട് മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥിയുടെ ഈ പ്രചാരണം നടക്കുന്നത്. വളരെ സജീവമായി തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും സുരേഷ് ഗോപി എത്തുന്നത്. അവിടെയൊക്കെ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയോടുകൂടി സ്വീകരിക്കുകയാണ്. ഇന്ന് പുതുക്കാട് മണ്ഡലത്തിലെ വനവാസി കോളനിയായിട്ടുള്ള ശാസ്താം പൂവം കോളനിയിലേക്കാണ് അദ്ദേഹം എത്തിയത്. അവിടെ 2 കുട്ടികളെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായിരുന്നു. ആ കുടുംബം അദ്ദേഹം സന്ദർശിച്ചു, ആ കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവിടെയുള്ള മറ്റ് പ്രദേശവാസികളൊക്കെ കാണുകയാണ്. അതിനുശേഷമാകും ഈ കുടുംബശ്രീയിലും അതുപോലെ തന്നെ മറ്റ് കൂട്ടായ്മകളെയും സന്ദർശിച്ച് അവരോടും ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക. കാരണം ഈ തൃശ്ശൂരിന് വേണ്ടത് വികസനമാണ്. ആ വികസനത്തിന് വേണ്ടി NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നുള്ള കാര്യം തന്നെയാണ് BJPയും അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയും ജനങ്ങളോട് പറയുന്നത്. അത് തന്നെയാണ് ജനങ്ങളുടെയും പ്രതീക്ഷ. കാരണം തൃശ്ശൂരിലൊരു വികസനം വരണമെങ്കിൽ അത് സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ തന്നെയാണ് ജനങ്ങളും വ്യക്തമാക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നത്. കാരണം ഓരോ മണ്ഡലത്തിലും അദ്ദേഹം സാധാരണക്കാർക്കിടയിലേക്ക് എത്തി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും അതുപോലെ തന്നെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും ഒക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും നടക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ സുരേഷ് ഗോപി ഇവിടെ സജീവമായിരുന്നു. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ സാന്നിധ്യം എന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവിടെ ഓരോ ആവശ്യങ്ങൾക്കും അദ്ദേഹം എത്തിയിരുന്നു. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനൊക്കെ പരിഹാരവും കണ്ടിരുന്നു. എന്തായാലും 2 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും അദ്ദേഹം ഈ തൃശ്ശൂരിലെ ജനതയുടെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്രാവശ്യം സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് BJP നേതൃത്വം. കാരണം വികസനം കാഴ്ചപ്പാടോടുകൂടി മോദിയുടെ ഗ്യാരണ്ടിയോടുകൂടി തന്നെയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ പ്രചാരണം മറ്റ് മുന്നണികളെയൊക്കെ തന്നെ ഭയപ്പെടുത്തുന്നുമുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള റോഡ് ഷോ ഉൾപ്പെടെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചത്. അത്തരത്തിൽ പല തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നെങ്കിലും NDA സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെ വലിയ രീതിയിലൊന്നും അതിനെതിരെ പ്രതികരണങ്ങളൊന്നും കൊടുക്കാതെ, അതായത് സന്തോഷമായിട്ട് തന്നെയാണ് വളരെയധികം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെയാണ് അതിനെയൊക്കെ മറുപടി കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, ഓരോ പ്രചാരണ രംഗത്തും അതിനെതിരെ മുദ്രാവാക്യം വിളികളുമായി LDFന്റെ പ്രവർത്തകരൊക്കെ വരുന്നു. പക്ഷേ സുരേഷ് ഗോപി അതിന് മറുപടി നൽകിയത് നൃത്തം ചെയ്തുകൊണ്ടായിരുന്നു. അത്തരത്തിൽ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥി പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുതന്നെയാണ് BJPയുടെ പ്രതീക്ഷയും. ഇപ്രാവശ്യത്തെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വനവാസി മേഖലയിലൊക്കെ മനോജ് സുരേഷ് ഗോപി സന്ദർശനം നടത്തി. നേരത്തെ രാജ്യസഭയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വൈറലായ ചില പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. വനവാസി മേഖലയ്ക്ക് എത്രത്തോളം പ്രാധാന്യം മോദി സർക്കാർ നൽകുന്നുണ്ട്, ഒപ്പം താൻ കേരളത്തിൽ കാണുന്ന വനവാസികളുടെ ജീവിത സാഹചര്യങ്ങൾ അത് പാർലമെൻറ്റിൽ അറിയിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പരിഗണനയിലേക്ക് അത് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ചില വനവാസി ഊരുകളിലൊക്കെ ശുചിമുറികൾ പോലും ഇല്ലാതിരുന്ന സാഹചര്യമൊക്കെ വളരെ വൈകാരികമായി അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വനവാസി വിഭാഗത്തിനിടയിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോഴും അത്തരം കാഴ്ചകളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ വനവാസി സമൂഹം ഇപ്പോഴും നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ അത് പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാകും അദ്ദേഹത്തിൻ്റെ പ്രചാരണവും, അല്ലേ? തീർച്ചയായും വനവാസി വിഭാഗം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അതൊക്കെ തന്നെ സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിലടക്കം അദ്ദേഹം അത് വെച്ചതും. എന്തായാലും അത്തരത്തിൽ കേരളത്തിലുള്ള വനവാസി വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം കാണുവാനും അവർക്ക് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചു നൽകാനും സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വിവിധ വനവാസി മേഖലകളിൽ അദ്ദേഹം നേരത്തെയും സന്ദർശനം നടത്തി. അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന്റെ ഉറപ്പ് നൽകിയിരുന്നു. കാരണം മോദി ഭരണത്തിൽ വനവാസി വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട പരിഗണനയും ലഭിക്കേണ്ടതുണ്ട്. അത് കൃത്യമായും തന്നെ നടപ്പിലാക്കാൻ
നൽകാനും ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് സുരേഷ് ഗോപിയും ഈ ഓരോ മേഖലയും സന്ദർശിക്കുന്ന സമയത്ത് അവർക്ക് നൽകുന്ന ഉറപ്പും. അതോടൊപ്പം അവിടെ വികസനം കൊണ്ടുവരേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയും പുരോഗമിക്കുന്നുണ്ട്. ആ ജനങ്ങളോടൊക്കെ സംവദിക്കുമ്പോൾ അവരൊക്കെ തന്നെ വലിയ സ്വീകാര്യതയാണ് സുരേഷ് ഗോപിക്ക് നൽകുന്നത്. കാരണം ഓരോ മേഖലയിലും അദ്ദേഹം എത്തുന്ന സമയം അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം തന്നെ പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണുന്നു. നേരത്തെ തന്നെ ഓരോ വനവാസി മേഖലയിലും അദ്ദേഹം സന്ദർശനം നടത്തിയപ്പോഴും അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവിടെയുള്ള വികസനത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അവിടെ പല കാര്യങ്ങളും അദ്ദേഹത്തെ കഴിയുന്നതിനാൽ അദ്ദേഹം സഹായിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വനവാസി മേഖലകൾ ഏറെയുണ്ട്, കോളനികളൊക്കെ തന്നെ ഉണ്ട്. അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ശാശ്വതമായ അവരുടെ സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം അത് അവർ കാണുന്നത് സുരേഷ് ഗോപി വിജയിക്കുന്നതിലൂടെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഉപേഷ്, ശരി മനോജ്, എന്തായാലും തൃശ്ശൂരിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടിയുടെ വിശദാംശങ്ങളാണ് മനോജ് തൃശ്ശൂരിൽ നിന്ന് പങ്കുവച്ചത്.